മറ്റ് മത്സരാർത്ഥികളുടെ അമ്മമാരെ എന്നെ മോനെ പോലെ കണ്ട് എനിക്ക് ചോറ് തരികയും ചോറ് വാരിത്തരികയും വിളമ്പി തരികയും ഒക്കെ ചെയ്തു എന്ന് ലാലേട്ടനോട് അഭിഷേക് പറഞ്ഞു. ആദ്യം അങ്ങനെ അമ്മമാർ എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവരെ സ്നേഹിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ചോദിച്ചു വീട്ടിൽ നിന്ന് ആര് വരും എന്നാണ് പ്രതീക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് പറഞ്ഞു അച്ഛനും പെങ്ങളും, എനിക്ക് വേറെ ആരുമില്ല വരാൻ, അപ്പോൾ അവരൊക്കെ തന്നെ വരും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരരുതേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സായിയോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ആരും വരല്ലേ, കാരണം ഞാൻ ഒരിക്കലും ഇമോഷൻസ് ഒന്നും ഉള്ളിൽ വെച്ചിട്ട് പുറമെ കാണിക്കുന്ന ഒരാളല്ല. അപ്പോൾ എല്ലാവരും അച്ഛനും അമ്മേനെ കാണുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരല്ലേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അച്ഛൻ വന്നപ്പോഴാണെങ്കിലും സിസ്റ്റർ വന്നപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തത്. എനിക്കിതൊന്നും അറിയില്ല, പ്രകടിപ്പിക്കാൻ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അഭിഷേക്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഇമോഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതങ്ങനെ അറിയാതെ പുറത്ത് ചാടിയാലോ, ആ സ്നേഹവും ആ സങ്കടവും ഒക്കെ അറിയാതെ പുറത്ത് ചാടിയാലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്ന് ആരും വരരുത് എന്ന് പറഞ്ഞതെന്ന് അഭിഷേകിനോട് ലാലേട്ടൻ പറഞ്ഞു. ശരിക്കും ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ് കേട്ടോ അഭിഷേകിനെ എനിക്ക് തോന്നിയത്. ഏറ്റവും അടിപൊളി ഗെയിമറാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. കുറേയൊക്കെ ഇമോഷൻസ് എല്ലാം ചെറുപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലൊക്കെ ഒതുക്കി അത് പുറമെ ആരും വിഷമിക്കണ്ട എന്ന് കരുതിയിട്ട് പ്രകടിപ്പിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ അറിയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അഭിഷേകിനെ തോന്നിയത് കേട്ടോ. കുറച്ചും കൂടെ പഴയ പോലെ ഉഷാറായിട്ടുണ്ടെങ്കിൽ ഈ കപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.